ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഒരു മുറിയിൽ ഇരുന്ന് സംസാരിക്കാനായിട്ട് ചന്ദ്രമതിക്ക് അവസരം കിട്ടുന്നില്ല. അപ്പം ഹേമ ചോദിക്കുന്നുണ്ട്, നിൻ്റെ വീടെന്ന് പറഞ്ഞ് നീ ഏത് സമയം പറയുമല്ലോ, എന്നിട്ട് നിനക്ക് ഈ വീട്ടിലൊരു മുറി പോലും ഇല്ലല്ലോ എന്ന്. എന്ത് പറയാനേ, എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി പറയും, എന്നാൽ വാ നമുക്ക് ടെറസിൽ പോയിരുന്ന് സംസാരിക്കാം, അവിടോട്ടാകുമ്പോൾ ആരും വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഹേമയെ വിളിച്ചുകൊണ്ട് ടെറസിൽ പോയിരുന്ന് സംസാരിക്കുകയാണ്. നിനക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന് പറ ചന്ദ്രമതി, എനിക്കിങ്ങനെ കയറിയൊന്നും വരാനൊന്നും വയ്യാന്നൊക്കെ ഹേമ പറയുന്നുണ്ട്. നീ കണ്ടില്ലേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, എനിക്ക് ഈ വീട്ടിലൊരു മുറി പോലുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രേവതിയും സച്ചിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കണം. അതിന് നിൻ്റെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹേമ പറയും, എൻ്റെ ഒരു പ്ലാനൊന്നുമില്ല, നീ എന്താണെന്ന് വെച്ച് ചെയ്തു എന്ന് പറയും. നിങ്ങൾക്ക് ഈ വീടിന് ഒരു മുറിയും കൂടെ അങ്ങ് കൂട്ടി പിടിച്ചാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട്. അത് രവിയേട്ടനും പറഞ്ഞതാണ് പിടിക്കാനായിട്ട്, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. രേവതിയും സച്ചിയെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയാണെങ്കിൽ എനിക്കൊരു റൂമൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ട് അവരെ എങ്ങനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ നല്ല സമയമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതെന്താ നിനക്കിപ്പോൾ നല്ല സമയമാണെന്ന് തോന്നാമെന്ന് ചോദിക്കുമ്പം ചന്ദ്രമതി പറയും, ശ്രുതിയുടെ അച്ഛൻ വന്നില്ലേലും ചെറിയച്ഛൻ വന്നായിരുന്നല്ലോ, ഇനിയിപ്പം ശ്രുതിയുടെ അച്ഛൻ ഇങ്ങ് വരും, പിന്നെ ശ്രുതിക്ക് നല്ല ബിസിനസ്സൊക്കെ ഇട്ട് കൊടുക്കും, അവർക്ക് ഒത്തിരി കാശൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് സുഖമല്ലേ എന്നൊക്കെ പറയും. ആ സമയത്താണ് രേവതി അങ്ങോട്ട് ചായയും കൊണ്ട് വരുന്നത്. അപ്പോഴത്തേന് ചന്ദ്രമതി ചോദിക്കും, നീ എന്താ ഞങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് പാത്ത് വന്ന് നിന്നാണോന്ന്. പാത്ത് വന്ന് നിന്ന് കേൾക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്ന് രേവതി പറയും. പിന്നെ ആൻറ്റിക്ക് ചായ വേണമെന്ന് അമ്മ പറഞ്ഞില്ലായിരുന്നോ, അപ്പോൾ ആൻറ്റിക്ക് ചായയും കൊണ്ട് വന്നാന്ന് പറഞ്ഞ് ഇന്ന് ആൻറ്റി ചായ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അന്നേരത്തേന് ഹേമ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് രേവതി കച്ചവടമൊക്കെ എന്ന്. കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു എന്ന് ആൻറ്റി എന്നൊക്കെ രേവതി പറയും. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ എന്തോ ബിസിനസ്സാണ് നടക്കുന്നതെന്നറിയോ, കോടികളുടെ ബിസിനസ്സല്ലേ നടക്കുന്നതെന്ന്. കോടികളുടെ ബിസിനസ്സൊന്നും അല്ല ആൻറ്റി നടക്കുന്നത്, പക്ഷേ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിൻ്റെ വില ഒന്ന് വല്ലാത്തത് തന്നെയാണെന്ന് പറയും. ഇവിടെ പിന്നെ ചുമ്മാ കൊതി നുണയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ വിലയൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേന് ചന്ദ്രമതി അങ്ങ് വല്ലാതാകുന്നുണ്ട്. എന്തായാലും ആൻറ്റി ചായ കുടിക്കുക, എന്നിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ കുറച്ച് പൂ എടുത്ത് വെച്ചേക്കാം, ആൻറ്റി അത് കൊണ്ടുപോകും, എനിക്ക് കടയിൽ പോകേണ്ട സമയമായെന്ന് പറഞ്ഞ് രേവതി അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ, അതുകൊണ്ട് അവളെ ഇവിടുന്ന് ഇറക്കി വിടണമെന്ന് ഞാൻ പറയുന്നത്. ആ സച്ചിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, എന്നാലേ ശരിയാകത്തുള്ളൂ. ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർഷയും ശ്രുതിയൊക്കെ ആയിട്ട് എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാമല്ലോ. ശ്രുതിയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സ്വത്തുമാകും. അപ്പോൾ ഈ മേളത്തെ ടെറസിൻ്റെ അവിടെ തന്നെ എനിക്ക് 3-4 മുറി പണിയണം. ഒരു മുറി TV എല്ലാവർക്കും കൂടെ കാണാൻ വേണ്ടി, പിന്നെ ഒരു മുറി പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടി, വർഷയ്ക്കും ശ്രുതിക്കും ഒക്കെ കുട്ടികളാകുമ്പോഴത്തേന് അവർക്ക് കളിക്കാമല്ലോ എന്നൊക്കെ പറയും. പിന്നെ എനിക്ക് വലിയൊരു മുറി ഇവിടെ പണിയണം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഹേമ പറയുന്നുണ്ട്, നിനക്ക് കാല് വയ്യാത്തല്ലേ, നിനക്ക് താഴെങ്ങാനും മുറി പോരാ, എനിക്കിവിടെ വലിയൊരു മുറി വേണം, അതിന് ശ്രുതിയുടെ അച്ഛൻ വന്നിട്ട് വേണം കാശ് കിട്ടിയിട്ട് എല്ലാം മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞങ്ങ് പൊങ്ങച്ചൻ പറയുകയാണ് ചന്ദ്രമതി. അന്നേരം ഹേമ പറയുന്നുണ്ട്, ഇതാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്ന് പറയുന്നെന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രുതി കൂട്ടുകാരിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാണ്. കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഒരു ബീരാനിക്ക, അയാൾ അവിടെ 2 ദിവസം കൂടെ നിന്നിരുന്നെങ്കിൽ എൻ്റെ എല്ലാ കള്ളക്കളികളും പൊളിഞ്ഞേനും, ഒരു വിധത്തിൽ അയാളെ ഞാൻ അവിടുന്ന് പറഞ്ഞു വിട്ടതെന്ന് പറയും. അതുകൊണ്ട് തന്നെ നിൻ്റെ അമ്മായിയമ്മയും ഭർത്താവും ഹാപ്പിയായില്ലേ, നിൻ്റെ ഇളയച്ചൻ വന്നത് കാരണം അവരത്രയും ഹാപ്പിയായി കണ്ടില്ലേന്ന് ചോദിക്കും. പിന്നെ അയാൾ വന്നതിൽ പിന്നെയാണ് ബാക്കി പ്രശ്നം മുഴുവൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഒരുപാട് കടങ്ങളായി, ഇതിൻ്റെ പേരിലാണ് ഇനി ബാക്കി പ്രശ്നങ്ങൾ വരാൻ പോകുന്നതെന്നും ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബെല്ലടിക്കുന്നത്. കൂട്ടുകാർ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ബീരാനാണ് നിൽക്കുന്നത്. ബീരാൻ ആട്ടിറച്ചിയൊക്കെ ആയിട്ട് വന്നതാണ്, എന്നിട്ട് വെട്ടി നുറുക്കി തൂക്കി കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് കഴിയുമ്പോഴാണ് ശ്രുതി അവിടെ നിൽക്കുന്നത്. ആ ശ്രുതി മോളെ എന്ന് പറഞ്ഞ് അകത്തോട്ട് ഇങ്ങ് വരും. എന്നിട്ട് പറയും, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അഭിനയം, ജോഷി സാറിന് എൻ്റെ അഭിനയം കാണിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർ പറയും, നിങ്ങൾ എന്ത് അഭിനയം അവിടെ കാണിച്ചത്, അന്ന് അവിടെ വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, ശ്രുതിയും കുടിപ്പിച്ചില്ലായിരുന്നോ, ശ്രുതിയാണ് അന്ന് വൈകിട്ട് മുഴുവൻ തലവേദനയായിട്ട് കിടന്ന് ഭയങ്കര ബഹളമായിരുന്നൊക്കെ പറയും. ഒരു ലാർജ് കൂടെ അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ശരിയായേനോ എന്നൊക്കെ അയാൾ പറയും. കണ്ടോ, ഇയാളെ അന്ന് അവിടെ കൊണ്ട് നിർത്തിയതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം എന്ന് കൂട്ടുകാരിയോട് ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി മോളെ, എൻ്റെ അഭിനയം ശരിയായില്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അഭിനയിച്ച് തകർക്കാമെന്ന് പറയും. നിങ്ങൾ ഇനിയും വരുമോ എന്ന് ചോദിക്കും. പിന്നല്ലാതെ മോളുടെ അച്ഛനെയും കൊണ്ട് ഞാൻ വരാമെന്ന് വാക്ക് കൊടുത്തിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് ഇനി ഒന്നുകൂടെ വരണമെന്ന് പറയും. വേണ്ട, ഇനി ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് കയറിപ്പോയേക്കരുതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. എന്തായാലും ജോഷി സാറിൻ്റെ അടുത്ത് എൻ്റെ അഭിനയത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ നന്നായിട്ട് പറയണം, എനിക്ക് നല്ല വേഷമൊക്കെ കിട്ടണ്ടെന്നൊക്കെ പറയും. എന്നാലും നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇറങ്ങി നടക്കുന്നത്, നിങ്ങളൊരു സിനിമാ നടനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ ബീരാനെ പൊക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ അറിയില്ലേ, നിങ്ങളിങ്ങനെ നടക്കാൻ പാടില്ലെന്നൊക്കെ പറയും.
അപ്പോഴത്തേന് ബീരാൻ പറയും എന്നാൽ ഇനി ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേന് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് മാസ്കൊക്കെ വെച്ച് പൊക്കോളാം, ആരും കാണാതിരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കും. ബീരാനെ അവർ അവിടുന്ന് പറഞ്ഞു വിടും. എന്നിട്ട് ശ്രുതി കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട്, നീ കണ്ടോ അയാളുടെ സ്വഭാവമൊക്കെ, ഇനി അയാളെ എങ്ങനെ ഒതുക്കുമെന്ന് ചോദിക്കും. അത് ബീരാനിക്കായൊക്കെ ഒതുക്കാനുള്ള വകുപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നീ ഒന്നും ശ്രദ്ധിക്കണ്ട, ചെല്ലാൻ നോക്കാൻ പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടും. പിന്നീട് കാണിക്കുന്നത് സച്ചി ഒരു ഓട്ടം വരുന്നതാണ്. എന്നിട്ട് ഒരു മേഡത്തിനെ വണ്ടിയെ കയറ്റി ഒരു ബ്യൂട്ടി പാർലറിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ സച്ചി അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് സച്ചി ഓർക്കുന്നത് ഇത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണല്ലോ എന്ന്. ആ വണ്ടിയെ വന്ന മേഡം ആ ബ്യൂട്ടി പാർലറിട്ട് കയറി പോകുന്നുണ്ട്. അന്നേരം സച്ചി ഉടനെ പുറകെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ അകത്ത് ചെന്ന ആ മാഡം ശ്രുതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ കളക്ഷനൊന്നും വന്നതല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ ജസ്റ്റ് നോക്കിയിട്ട് പോകാൻ വന്നതേ ഉള്ളൂ, നീ എൻ്റെ പിരിയൊന്ന് ത്രെഡ് ചെയ്യണമെന്നൊക്കെ പറയും. അതിന് ഇപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ട് മാഡം, അത് കഴിഞ്ഞാൽ ഉടനെ ചെയ്തു തരാമെന്നൊക്കെ ശ്രുതി പറയും. ശ്രുതി അകത്തേക്ക് പോകുന്ന ഉടനെ സച്ചി അകത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ മേഡത്തിനോട് പറയുന്നുണ്ട്, മേഡം വണ്ടിക്കൂലി തന്നില്ലായിരുന്നു, അയ്യോ എന്നാൽ പിന്നെ ആ വണ്ടിക്കൂലി ഒന്ന് സെറ്റിൽ ചെയ്തേക്കാനായിട്ട് ആ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞേച്ച് മേഡം അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം സച്ചി ആ റിസപ്ഷനിലെ പെൺകുട്ടിയോട് ചോദിക്കും, ഇവിടെ മുഖമൊക്കെ മിനുക്കാൻ വരുന്നവർക്കും ഇതുപോലൊക്കെ കാശൊക്കെ കൊടുക്കാനുള്ള ഇതുണ്ടോയെന്ന്. അതിന് ആ മേഡം ഇവിടെ ചുമ്മാ വന്നൊന്നുമല്ല, ഈ ഷോപ്പിൻ്റെ ഓണറാണെന്ന് പറയും. അതിന് ഇത് ശ്രുതിയുടെ അല്ലേ ഈ ബ്യൂട്ടി പാർലറെന്ന് ചോദിക്കും. അത് ശ്രുതിയുടെ ആയിരുന്നു, ഇപ്പം പക്ഷേ ശ്രുതിയുടെ അല്ല, ആ വന്ന മാഡത്തിൻ്റെയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇപ്പം ഇവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണെന്ന് ആ പെൺകുട്ടി പറയും. ശ്രുതിയെ അറിയാവോന്നോ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ഇപ്പം ചെറുതായിട്ട് അറിഞ്ഞൊക്കെ വരുന്നു എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, എൻ്റെ അമ്മയുടെ പേരിലുള്ളതായിരുന്നല്ലോ ഈ ബ്യൂട്ടി പാർലർന്ന്, അതൊക്കെ മാറ്റി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആ ബോർഡ് നോക്കിയില്ലായിരുന്നു എന്ന് ചോദിക്കും. ഇല്ല നോക്കിയില്ലെന്ന് പറയും. ഇതാന്ന് പറഞ്ഞ് പുതിയ ഒരു ബോർഡ് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേന് സച്ചി അങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കും. എന്നിട്ട് ആ പെൺകുട്ടി അങ്ങോട്ട് പോകുന്ന ഉടനെ ആ ബ്യൂട്ടി പാർലറിൻ്റെ ഫോട്ടോയും ശ്രുതി അവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫോട്ടോയും അങ്ങനെയുള്ള എല്ലാം എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനെ എത്രയും പെട്ടെന്ന് ഇത് വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ, വേണ്ട നേരിട്ട് പറയാമെന്ന് പറഞ്ഞ് ഈ ഫോട്ടോയും എല്ലാം കൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് അച്ഛാ ഇങ്ങോട്ട് വന്നേച്ചാന്ന് പറഞ്ഞ് രവിയെ വിളിച്ചിറക്കുന്നുണ്ട്. എന്നിട്ട് രവിയുടെ അടുത്ത് ഇരുന്നിട്ട് പറയും, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്, മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അച്ഛനോട് ആദ്യം അത് സ്വകാര്യമായിട്ട് പറയണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാനത് എല്ലാവരെയും കൂട്ടി വിളിച്ച് പറയാത്തത്, അച്ഛൻ ഇവിടെ ഇരിക്കുക, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്നിട്ട് അകത്തേക്ക് നോക്കുന്നുണ്ട് ചന്ദ്രമതി വരുന്നുണ്ടോ എന്ന്. നീ എന്താ ആരെയും നോക്കുന്നു ചോദിക്കും. അല്ല അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കിയതാ, അമ്മ കേൾക്കണ്ട, അതുകൊണ്ട് അച്ഛനോട് മാത്രമായിട്ട് പറയാമെന്ന് പറഞ്ഞ് രവിയെ അടുത്തിരുത്തിയിട്ട് ചെവി പറയാൻ തുടങ്ങും. അതെന്താ നിനക്ക് അല്ലാതെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. അത് അങ്ങനെ പറയാൻ പറ്റില്ല അച്ഛാ, ഞാൻ ചെവി പറയാമെന്ന് പറഞ്ഞ് രവിയുടെ ചെവിയിലേക്ക് ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ച് കണ്ട കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേന് രവി ശരിക്കും അങ്ങ് ഞെട്ടുകയാണ്. എന്നിട്ട് ചോദിക്കും, ഇത് സത്യമാണോടാന്ന് ചോദിക്കും. അതെ ഞാൻ കണ്ട സത്യമാണ്, എൻ്റെ അച്ഛമ്മയാണ് സത്യമാണെന്ന് പറയും. രവിക്ക് അങ്ങ് ആകെ ഷോക്കാവുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട്. ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്ന രവിയെയും സച്ചിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.